ഇന്ന് ഞാൻ നീക്കുന്നത് തന്നെ 4 മണിക്കാട്ടോ. 4 മണിക്ക് നീച്ചിട്ട് ആദ്യം തന്നെ കുപ്പിയും പട്ടിയും പെറുക്കലായിരുന്നു പണി. ഞാൻ ഹോസ്റ്റലിലത്തെ വെള്ളം കുടിക്കലില്ല കേട്ടോ. എനിക്ക് ഈ ഹോസ്റ്റലിലത്തെ വെള്ളം ഇഷ്ടമല്ല. അപ്പോൾ ഡെയിലി ഓരോ മിനറൽ വാട്ടർ എപ്പോഴും ഓർഡർ ചെയ്യും. അപ്പോൾ കുറേ കുപ്പി ആയപ്പോൾ അതൊക്കെ പാടെ താഴത്ത് കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് കഴിക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ വന്നു. ഫുഡൊക്കെ നേരെ എടുത്തിട്ട് റൂമിൽ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് കുറച്ച് അലക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നട്ടുവെച്ചിരിക്കാണ് കേട്ടോ അലക്കാൻ പോണേ. ഇപ്പം അലക്കാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ വേറെ ഒന്നുമില്ല. അപ്പോൾ പിന്നെ അലക്കാനുള്ള തുണിയൊക്കെ അലക്കി കഴിഞ്ഞ് കുളിച്ച് ഫുഡ് കഴിച്ച് പിന്നെയും കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ക്ലാസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കേട്ടോ. അങ്ങനെ അലക്കലൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലെത്തി. പിന്നെ ഒരു കുളി പാസ്സാക്കാമെന്ന് വിചാരിച്ചു. കുളി കഴിഞ്ഞ് ഫുഡ് കഴിക്കാമല്ലോ. അങ്ങനെ ഉണ്ട്. കുളിയും നനയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം തന്നെ സമയം 5 മണിയായി. പിന്നെ ഞാൻ ബിരിയാണിയും കോൾഡ് കോഫിയും ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. സംഭവം നല്ല ബിരിയാണി ആയിരുന്നു. ആ ടൈമിൽ ഓർഡർ ചെയ്തുകൊണ്ട് എങ്ങനെ കിട്ടാമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ ഇറ്റ് വാസ് സോ ഗുഡ്. പിന്നെ ഈ ഒരു കുപ്പി ഞാൻ ഒരു ഫെസ്റ്റിന് പോയപ്പോൾ വാങ്ങിയതാട്ടോ. സംഭവം ഞാൻ ഇതെല്ലാം ഉദ്ദേശിച്ചു. പക്ഷെ ഇത് ചെറിയ കുട്ടികൾ കഴുത്തിൽ തൂക്കിയിട്ടാണ് കുപ്പിയായിപ്പോയി. ഒരു മിസ്റ്റേക്കൊക്കെ ആർക്കും പറ്റാലോ. അങ്ങനെ ബിരിയാണി കവറിന്നൊക്കെ എടുത്ത് ഞാൻ പ്ലേറ്റിലേക്ക് ഓട്ടിയിട്ടോ. സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ കോൾഡ് കോഫി അങ്ങനെ അതും എടുത്തു. കോൾഡ് കോഫി കണ്ടോ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് കുടിച്ചു നോക്കിയ. സംഭവം നല്ലതായിരുന്നു. കുടിച്ചപ്പോൾ തന്നെ നല്ല റിഫ്രഷ്. പിന്നെ ബിരിയാണി ഒന്നും പറയാനില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതോ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നോണ്ടെന്ന് അറിയില്ല. പിന്നെ അതിൽ റൈസ് കുറവായിരുന്നു കേട്ടോ. പക്ഷേ റൈസ് കുറവാണെങ്കിൽ എനിക്ക് ലെഗ് പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബിരിയാണി കഴിക്കലൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള കോൾഡ് കോഫിയും കുടിച്ചുകൊണ്ട് നടന്നു കേട്ടോ. ഹോസ്റ്റലിലൊന്നും ആരുമില്ല, എല്ലാവരും വർക്കിന് പോയി. പിന്നെ കുറച്ച് പേര് വീട്ടിലും പോയി. അപ്പം ഇന്നത്രേ ഉള്ളൂ. ബൈ.